വീട്ടിൽ ആരും ഇല്ലാത്ത ദിവസമാണെങ്കിൽ റിദാനൊന്നും ഉറങ്ങാതെ എൻ്റെ ജോലികളൊന്നും തന്നെ നടക്കത്തില്ല. അപ്പോൾ റിദാനൊന്ന് ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചു. കാരണം അരമണിക്കൂർ അതിൽ കൂടുതലോ ഉറങ്ങത്തില്ല. അപ്പം അതിനുള്ളിൽ പോയി കുളിച്ചിട്ട് വന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. വൈകുന്നേരമായി കുളിച്ച് കഴിഞ്ഞ് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയാലോ, അല്ലെങ്കിൽ ഇപ്പോൾ മൂക്കടഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് തൂത്തൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു പ്രാവശ്യം തൂത്തതാണ്, പക്ഷേ ചുമ്മാ വെള്ളം കൊണ്ടൊഴിക്കും. പിന്നെ തിന്നുന്ന സാധനങ്ങൾ അത്രയും അവിടെ ഇവിടെയും പൊഴിച്ചൊക്കെ ഇടുന്നത് കൊണ്ട് വീണ്ടും തൂത്തിറക്കണ്ടേ. ഞങ്ങൾക്ക് ഇന്നൊന്ന് ജുമായും കൂടെ അല്ലേ, അപ്പം ബാങ്ക് കേൾക്കണതിന് മുമ്പേ തൂത്തിറക്കാമെന്ന് വിചാരിച്ചു. അപ്പം റൂമൊക്കെ തൂക്കണ്ട, ഹോള് മാത്രമേ തൂക്കാനുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് തൂത്തിറക്കിയിട്ട് അടുക്കളയിലോട്ട് പോവാൻ കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറിയും ഒരു തോരനും വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവൻ ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ മൂഡ് പോലെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ നല്ല ഇതായിരിക്കും, ചിരിച്ചുകൊണ്ട് എണീറ്റ് വരും. ചില ദിവസം കരഞ്ഞ് കോളാക്കി കളയും. ഇന്ന് അങ്ങനത്തെ ദിവസമായിരുന്നു. കുറച്ച് നേരം കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്ന് സമാധാനിപ്പിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നേരെ അവനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. വെയിലത്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കുറച്ച് പുളിഞ്ചിക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. ഇത് കിടക്കുന്ന കണ്ടില്ലേ, മൂട് മുതൽ കൊണ്ട വരെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇത് വല്ല ആപ്പിളോ ഓറഞ്ച് മുന്തിരിയൊക്കെ ആയിരുന്നെങ്കിലും തീരണ വഴി അറിയത്തില്ല. തറ മൊത്തം വീണ് അഴുകി വാരി കിടക്കുക, വേണ്ടാതെ കിടക്കുക. എനിക്ക് ഈ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. റിദാനാണെങ്കിൽ എടുത്ത് കടിച്ചിട്ട് പുളിപ്പുള്ളതുകൊണ്ടുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഞാനും ഒരെണ്ണം നൈസിനെടുത്ത് കടിച്ചു നോക്കി. എൻ്റെ പൊന്നേ, ചെവിയൊക്കെ കോച്ചിപ്പോയി. അമ്മാതിരി അവസ്ഥയായിരുന്നു. പിന്നെ കുറച്ച് പുളിച്ചിക്കരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് വേവിക്കാൻ വെച്ച് തേങ്ങ അരച്ച് അരപ്പ് ഒഴിച്ച് കടുവും തളിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മളെ വെള്ളക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അതേ പാത്രത്തിൽ പാത്രത്തിൽ കുറച്ച് ചക്കക്കുരു ഇട്ട് വേവിച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് അമരയ്ക്ക അരിഞ്ഞെടുത്ത് അതും തേങ്ങ അരപ്പൊക്കെ ആക്കി ഇപ്പോൾ തോരന് റെഡിയായി. അപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ.